ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കാൻ പോണേ? നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇങ്ങനെ പോയാൽ ഇന്റർനെറ്റ് ഇല്ലാതാവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കണ്ടു നോക്കി. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം എല്ലാവരും. ഓക്കെ, കണ്ടു നോക്കാം. യുദ്ധം കാരണം ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല, യൂട്യൂബിൽ വീഡിയോ കാണാൻ പറ്റില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉടനെ നമ്മളെ തേടി വരുന്നുണ്ട്. അത് നിങ്ങളുടെ വൈഫൈയുടെ പ്രോബ്ലം ആയിരിക്കില്ല, നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന്റെ പ്രോബ്ലം ആയിരിക്കില്ല. അതിന്റെ കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം മിഡിൽ ഈസ്റ്റിൽ നിന്നായിരിക്കും. US ഇറാൻ വാർ ഇതേപടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആയിരിക്കും ഇന്റർനെറ്റ് സ്പീഡ് ക്രൈസിസ്. ലോകത്തിലെ ഭൂരിഭാഗം ഇന്റർനെറ്റ് ട്രാഫിക്കും ക്യാരി ചെയ്യുന്നത് കടലിനടിയിലൂടെയുള്ള മാസീവ് ഫൈബർ ഒപ്റ്റിക് കേബിൾസിലൂടെയാണ്. ഇന്ത്യയിലെ 40% അധികം വരുന്ന സിറ്റീസിലേക്കും ഇന്റർനെറ്റ് എത്തുന്നത് ഹോർമസ് കടലിടുക്കിലും റെഡ് സീക്കും അടിയിലൂടെ വരുന്ന ഇതുപോലുള്ള മാസീവ് ഫൈബർ ഒപ്റ്റിക് കേബിൾസിലൂടെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കാരണം ഫൈബർ കേബിൾസിന്റെ കൃത്യമായ സമയത്തുള്ള മെയിന്റനൻസ് നടക്കുന്നില്ല. മാത്രമല്ല, ഹോർമസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ഇതേ പാതയെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഗോ ഷിപ്പുകളുടെ ആങ്കേഴ്സ് കേബിൾസിൽ തട്ടി വലിയ തരത്തിലുള്ള ഡാമേജുകൾ വരുന്നുണ്ട്. ഗൾഫ് കൺട്രീസിന്റെ ഭാഗങ്ങളിൽ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേബിൾ റിപ്പയറിംഗ് ഷിപ്സ് ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. സോ യുദ്ധം ഇതേപടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ ഇന്ത്യയിലെ 40%-ലധികം വരുന്ന സിറ്റീസിൽ ഇന്റർനെറ്റ് ഇല്ലാതെയാകും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രൂപപ്പെടുത്തൂ.